ഡ്രൈവർ, വണ്ടി ബീച്ചിലേക്ക് വിടും. സിന്ധു, എന്നെ ഒന്ന് കടൽ തീരത്തേക്ക് കൊണ്ടുപോകാം. ഇതല്പം അതിൽ കടന്ന് കൈയായിപ്പോയെന്ന് എനിക്കറിയാം. ഇതുവരെ കൂട്ടില്ലാതിരുന്നവനാണ് ഞാൻ. ഒറ്റപ്പെട്ടവനെന്നൊരു തോന്നലായിരുന്നു. ഇപ്പോ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. തിരമാലകളോടൊത്ത് കളിക്കുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്. ഇരിക്കൂ. ഉദയാസ്തമയങ്ങളും നിലാവും നക്ഷത്രങ്ങളും മഴവില്ലും. സിന്ധു, എന്തെന്ത് സൗന്ദര്യങ്ങളാണ് ഈ ഭൂമിയിൽ. സിന്ധുവിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ സിന്ധുവിന്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ഞാൻ ആസ്വദിക്കുമായിരുന്നു. പക്ഷേ മറ്റൊന്നും കണ്ടില്ലെങ്കിലും സിന്ധുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. സിന്ധുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ വെറുക്കരുത്. എന്നോടൊന്നും തോന്നുകയും വരുത്. എനിക്ക് സിന്ധുവിനെ ഇഷ്ടമാണ്. സിന്ധുവിന് എന്നെ ഇഷ്ടമാണ്. ആണെങ്കിൽ ഈ കയ്യിലൊന്ന് തൊടും. മോനെ, അമ്മ, മോനെ, കൊള്ളാവൂ മോനെ. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ അമ്മ മോനൊരു നല്ല സമ്മാനം വാങ്ങിച്ചു തരും കേട്ടോ. എനിക്കറിയാമല്ലോ. എന്താണത്? എന്താ? എനിക്ക് അമ്മ നിനക്ക് ഒരു അനിയത്തി തരാമോ? വസന്തനും സുരേഷിനും ജോണിക്കും ഒക്കെ അനിയത്തിമാരുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ. അടുത്ത മാസം അമ്മ എനിക്കൊരു അനിയത്തിയെ തരാമോ? പോടാ. ഞാൻ അന്നേ പറഞ്ഞതാ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. ഇത് റോസാ പൂവല്ലേ? ജമന്തിപ്പൂ. ഇത് മുല്ലപ്പൂ. എന്ത് നല്ല മണമാണല്ലേ മുല്ലപ്പൂവിന്. എനിക്ക് പൂക്കൾ എന്ത് ഇഷ്ടമാണെന്ന്. നല്ല ഭംഗിയാണല്ലേ പൂക്കളെ കാണാൻ. സിന്ധു ഭാഗ്യവതിയാണ്. സിന്ധുവിന് എല്ലാം കാണാമല്ലോ. എന്റെ മുമ്പിൽ വെറും ഇരുട്ട് മാത്രം. ആ ഇരുട്ടിനപ്പുറത്തുള്ള എന്റെ സിന്ധുവിനെ ഒന്ന് കാണാൻ ഒരു കണ്ണെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ.
ഡാഡിയുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? ഡാഡിയുടെ ഒരു ഫോട്ടോ അമ്മ എന്നും ഉറങ്ങാൻ നേരത്തെ എടുത്തു നോക്കും. മൈക്ക് പിടിച്ചിരിക്കുന്ന ഫോട്ടോ. ഓ, അത് ഡാഡി ഗാനമേളയ്ക്ക് പാടിയപ്പോ എടുത്ത ഫോട്ടോയാണ്. അന്ന് ഡാഡിക്ക് പാടാൻ കഴിഞ്ഞില്ല, ഭയങ്കര ചുമയായിരുന്നു. ഡാഡി, ഞാൻ ഇവിടെ വന്നത് അമ്മ അറിയാൻ പാടില്ല കേട്ടോ. ഇല്ല മോൻ, ഡാഡി പറയില്ല. മതി. എന്തിനാ ഡാഡി ഈ മണി? ഇത് മോന്റെ സിന്ധു ആന്റിക്ക് ഡാഡിയെ വിളിക്കാൻ. ആന്റിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഡാഡിയെ വിളിക്കാൻ ഇങ്ങനെ അടിക്കോ? ആ, ആന്റി 1 മണി അടിച്ചാൽ പതുക്കെ ചെല്ലണം, 2 മണി അടിച്ചാൽ മോൻ ഓടിച്ചെല്ലണം. 3 മണി അടിച്ചാലോ? അടിക്കേണ്ടി വരില്ല മോനെ, അതിനുമ്പേ ഡാഡി ഓടിയെത്തൂല്ലേ. സിന്ധു, സിന്ധു, നല്ല ഐശ്വര്യമുള്ള നല്ല കുടുംബവും. മോനെ, കാഴ്ചയില്ലെങ്കിലും നിന്റെ കണ്ടുപിടുത്ത അസലായി. മോളെ, അച്ഛനും മകനുമാണെങ്കിലും ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാ. അല്ല, സുഹൃത്തുക്കൾ തന്നെയാ. അല്ലടാ മോനെ? യെസ് മൈ ഡിയർ ഫ്രണ്ട്. ഓടാ അവിടുന്ന്. അച്ഛാ, സിന്ധു താമസിയാതെ സംസാരിക്കും. സംസാരിച്ചാലും ഇല്ലെങ്കിലും ഇവള് തന്നെയാ എന്റെ മരുമകള്. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഈ അച്ഛന് മറ്റൊന്നുമില്ല. ഇന്നീ കാണുന്നതെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് ഇവന് വേണ്ടി മാത്രമാണ് മോളെ. ആ, ഉടനെ തന്നെ രവിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ബാലേന്ദ്ര, സിന്ധുവിനെ കാത്തു നിൽക്കുകയാണോ? ഓ പ്രഭ സിസ്റ്റർ, സിന്ധു ഇപ്പൊ വരും. ഞാൻ വരട്ടെ? സിസ്റ്റർ, ഒരു നിമിഷം. ഞാനും സിന്ധുവുമായുള്ള വിവാഹം നിശ്ചയിച്ചു. അറിഞ്ഞു. സിന്ധു ഭാഗ്യവതിയാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എന്താ സിസ്റ്റർ അന്യെ പോലെ സംസാരിക്കുന്നത്? ഞാൻ രവിയേട്ടനുമായി കണ്ടിരുന്നു. പാവൻ രവിയേട്ടൻ. ഏകാന്തത ആ മനുഷ്യനെ തളർത്തുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ സിസ്റ്റർക്ക് മാത്രമേ കഴിയൂ. സത്യം പറയൂ, സിസ്റ്റർക്ക് അനുഭവപ്പെടുന്നില്ലേ? സിസ്റ്റർ എന്താണ് ഒന്നും മിണ്ടാത്തത്? എല്ലാം എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്നേക്കാളുപരി സിന്ധു. ഞാൻ വാർഡിലേക്ക് പോകുന്നു. എന്താ പ്രഭേ? അയാൾ ഇങ്ങോട്ട് വരുന്നെന്ന്. ആര്? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അമ്മാവന്റെ മകൻ. ഓ, നടരാജനോ? അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ വിവാഹബന്ധം ഏർപ്പെടുത്താൻ. അതിനായി രവിയേട്ടനെ കണ്ട് സംസാരിക്കാൻ. അത് നീ കൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അതെ, ഞങ്ങളുടെ ബന്ധം ഏർപ്പെടുത്തിയാൽ ഞാൻ അയാളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. പ്രഭേ, നീ എന്തായി പറയുന്നത്? നിനക്ക് ഭ്രാന്താണോ? എന്റെ മോന്റെ ജീവന് വേണ്ടി ഞാനിത് സമ്മതിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പറയൂ പ്രഭേ, എന്തുണ്ടായി?
അപ്പോ നിന്റെ പാട്ടുകാരൻ ഇപ്പൊ തീരെ വരാറില്ല? ഇല്ല. അവൻ പോട്ടെ, ഇനി നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ഇവനെ വല്ല അനാഥാലയത്തിനും ചേർക്കാം. എന്തു പറഞ്ഞു? എന്റെ ജീവിതം തന്നെ എന്റെ കുഞ്ഞിന് വേണ്ടിയാണ്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കണക്ക് പുറത്ത്. അപ്പോ കുഞ്ഞിനോട് അത്ര സ്നേഹമാണല്ലോ. ഓഹോ, നിനക്കിവനോട് അത്ര സ്നേഹമാണല്ലേ? ദൈവത്തെ ഓർത്ത് എന്റെ മോനെ ഒന്നും ചെയ്യരുത്. എങ്കിൽ ഞാനുമായുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം. അല്ലെങ്കിൽ ഈ ചുറ്റിയെ കൊണ്ട് ഞാൻ ഇവന്റെ കുരുന്ന് തലയോട് അടിച്ച് തകർക്കും. അയ്യോ വേണ്ട, ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്റെ കഴുത്തിൽ താലിയിട്ടൊരു മനുഷ്യനുണ്ട്. അത് സാരമില്ല, ഞാൻ ശരിയായിക്കോളാം. വരട്ടെ. ഒരാഴ്ചക്കുള്ളിൽ മറുപടി അയച്ചില്ലെങ്കിൽ അവനിങ്ങോട്ട് വരും. നീ എന്ത് തീരുമാനിച്ചു? എനിക്കൊന്നും അറിയില്ല അമിനെ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? പോലീസ് സ്റ്റേഷൻ. എടോ, താനെന്താ വലിയ റൗഡിയാണെന്നാണോ ഭാവം? ഈ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇതിന്റെയൊക്കെ പണം തരാ തന്നെ ഞാൻ വിടൂല്ല. എടോ എടോ, സത്യം വിടോ, സത്യം വിടാനാ പറഞ്ഞേ. ഞാൻ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്.